രാമേന്ദ്രൻ സാർ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ശ്രദ്ധിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അന്താരാഷ്ട്ര ബന്ധമുള്ള അൽ ഖ്വയ്ദ IS പ്രവർത്തകനായ സാദിഖ് ഭാഷ എന്ന് പറയുന്ന ആളെ നമ്മുടെ കേരള പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒന്നും കണ്ടില്ല. അത് ശരി, മാധ്യമങ്ങളിൽ അങ്ങനെ പത്രങ്ങളിൽ ഞാൻ കണ്ടില്ല. ടി വിയിലൊക്കെ സെക്കൻഡ് നേരത്തേക്കോ 2 സെക്കൻഡ് നേരത്തേക്കോ വന്നോ എന്ന് എനിക്കറിയില്ല. വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇനി 2 സെക്കൻഡോ 5 മിനിറ്റോ അല്ല വരേണ്ടിയിരുന്നു. അങ്ങനെ അതെ 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 ഇത് വലിയ ചർച്ചയൊക്കെ ആകേണ്ട സംഭവമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൽ ഖ്വയ്ദ IS PF ഇയാൾ ശരിക്കും ISൻ്റെ ഒരു മൊഡ്യൂൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് NIA 2 കൊല്ലം മുമ്പ് 2022 ഇയാൾക്കെതിരെ ഒരു FIR ഇട്ട് ഇയാൾ 2 കൊല്ലം ജയിലിലൊക്കെ കിടന്നതാണ്. അപ്പോൾ ഇയാൾ ഈ ഇന്നലെ വൈകുന്നേരം അറസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ ഒന്നാമത് ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം അതുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തുന്നില്ല. കാരണം നമ്മൾക്ക് ഭീകരാവസ്ഥയുണ്ട്. കാരണം 10,000-കണക്കിന് ആളുകൾ, സ്ത്രീകൾ നഗരത്തിൽ തിങ്ങി നിൽക്കുന്ന ദിവസമാണ് ഈ കൊടും ഭീകരനെ പിടിക്കുന്നത്. അതൊരു വസ്തുതയാണ്. ഞാൻ രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തുന്നില്ല. അതൊക്കെ പോലീസിൻ്റെ കാര്യങ്ങൾ. പക്ഷെ അതും കൂടി നമ്മൾ കാണണമല്ലോ. അപ്പോൾ ഇയാളെ വട്ടിയൂർക്കാവിൽ ഇയാൾക്ക് 2ാം ഭാര്യയുണ്ട്. ഇതൊക്കെ ഈ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇയാൾ മയിലാടുതുറൈക്കാരനാണ്, തമിഴനാണ്. തമിഴനാണ്. അപ്പോൾ ഇയാൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ ഈ വട്ടിയൂർക്കാവിൽ കല്ലുമലയിലാണ് 2ാം ഭാര്യ. അപ്പോൾ ഈ 2ാം ഭാര്യയ്ക്ക് എന്തോ എടുത്തിട്ടോ മറ്റോ ഇയാളിൽ നിന്ന് വിവാഹ മുക്തയാകണം എന്ന ആഗ്രഹം വന്നിട്ട് ഇത് പള്ളിയിൽ അറിയിച്ചത്. പള്ളിയിൽ ചർച്ച വയ്ക്കുമ്പോൾ ഇയാൾ ബഹളം ഉണ്ടാക്കി. അപ്പോൾ പള്ളിക്കാർ പോലീസിനെ വിളിക്കുകയാണ്. ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ. അപ്പോൾ പോലീസ് വന്നിട്ട് ഇയാളെ പിടിച്ചിട്ട് നോക്കുമ്പോഴാണ് ഇയാൾ വന്നിരിക്കുന്ന കാറിൽ പോലീസിൻ്റെ സ്റ്റിക്കർ. ശരി, പോലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ നിർബാധം വിഹരിക്കുന്നത്. NIA കേസിലെ പ്രതിയായ IS അൽ ഖ്വയ്ദ ബന്ധമുള്ള തീവ്രവാദി കേരളത്തിൽ നിർബാധം സഞ്ചരിക്കുന്നത് കേരള പോലീസ് എഴുതിയ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയിലാണ്. ഒരു വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ച് അയാൾ കേരളത്തിൽ നിർബാധം സഞ്ചരിക്കുന്നു. ഇത് ആദ്യമായിട്ടല്ല വട്ടിയൂർക്കാവിൽ ഇയാൾ വരുന്നത്. അവിടെ 2ാം ഭാര്യ ഉണ്ടല്ലോ. ഇയാൾ ഇടക്കിടയ്ക്ക് വന്നു പോകുന്ന വഴിക്ക് സ്റ്റിക്കർ കണ്ട് വഴി ഡ്യൂട്ടിക്ക് നിന്ന പാവം പോലീസ് സല്യൂട്ട് അടിച്ച് കാണും. നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ മീൻകാരൻ വരെ പ്രസ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് പോകുന്ന കേട്ടിട്ടുണ്ട്. എല്ലാവരും കയറി വെക്കും പ്രസ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ പോലീസ് എന്ന് വെക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒക്കെ മാറിയുന്നു. പണ്ട് ഈ വാളയാറ് കടന്ന് ഞാൻ പുറത്ത് നിന്ന് പോയിട്ട് കാറിൽ വരുമ്പോഴേ അപ്പോൾ പോലീസ് നിൽക്കുന്നുണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ നമുക്ക് മറ്റേ കാർഡുണ്ട് സർക്കാരിൻ്റെ, അക്രഡിറ്റേഷൻ. അപ്പോൾ ഞാനത് ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഈ അക്രഡിറ്റേഷൻ കാർഡ് പുറത്തേക്ക് പഠിച്ചു. അപ്പോൾ നമ്മുടെ ചിഹ്നമൊക്കെ ഉണ്ടല്ലോ കേരളത്തിൻ്റെ. അപ്പോൾ ഒരു പോലീസുകാരൻ സല്യൂട്ട് ചെയ്തു എന്ന് പറയുന്ന പോലെയാണ് ഈ ഭാഷ വന്നിട്ട് പോകുമ്പോഴൊക്കെ ഈ കളിക്കുള്ളതിലും അതിർത്തികളിലും ഒക്കെ സല്യൂട്ട് വിടുന്നുണ്ടാവും. അതെ, ഉണ്ടാവും. ചിലപ്പോൾ ഇയാളെ വേഷവും ധരിച്ചിട്ടുണ്ടാകാം. ഇയാളെ നക്ഷത്ര ചിഹ്നങ്ങളൊക്കെ ഉള്ള. അതെ, വാടക കിട്ടുമല്ലോ വേണമെങ്കിൽ. അതെ അല്ല, IS തീവ്രവാദിയൊക്കെ ആകുമ്പോൾ ഒരു സെറ്റ് തയ്പ്പിച്ചെടുത്താലും കുഴപ്പമില്ല. അതെ അതെ അതെ. അപ്പൊ ആർക്കും എവിടെയും വന്ന് എങ്ങനെയും നിരങ്ങാവുന്ന ഒരു സ്ഥലമായി കേരളം മാറി. ഇന്റലിജൻസിന് ഈ വിവരങ്ങളൊന്നും ഇല്ലാതിരിക്കുമോ? കാരണം ഇയാൾക്കൊരു ഭാര്യ വട്ടിയൂർക്കാവിൽ ഉണ്ട് എന്നുള്ളത് അറിയാതിരിക്കുമോ? അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര ഫെയിലിയർ അല്ലേ? ഷോക്കിംഗ് ആണ്. ഇയാളെ ഇവിടുന്ന് പിടിച്ചു എന്നുള്ളത് തന്നെ ഭയങ്കര ഷോക്കിംഗ് ആണ്. അല്ല, നമ്മൾ ഇവിടെ നിന്ന് ഈ വർത്തമാനം പറയുന്നതുകൊണ്ട് കേരളത്തിലെ കുറേ ജനങ്ങൾ ഇത് അറിയാൻ പോകുന്നു. അതെ. അപ്പോൾ ആളുകൾ ഈ പത്രവും TV ഒക്കെ കണ്ട് ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന് ഭാവിക്കുന്ന ആളുകളെ എത്ര വിദഗ്ധമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ കബളിപ്പിക്കുന്നത്. ബ്രാഞ്ച്, ഇന്റലിജൻസ്. അപ്പോൾ ഇവരൊക്കെ മുഖ്യമന്ത്രിക്കൊക്കെ എന്ത് തരം റിപ്പോർട്ടായിരിക്കും ഓരോ കാര്യത്തിലൊക്കെ കൊടുക്കുന്നത്? ഇവിടെ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ, ഇവിടെ തീവണ്ടിയിൽ അപകടം നടക്കുമ്പോൾ ഒരാളെ വെച്ചിട്ടൊക്കെ ഇപ്പോൾ ഇത് ഓരോ കേസും അവസാനിപ്പിച്ചൊക്കെ പോകുന്നതൊക്കെ പണ്ടേ നമുക്ക് സംശയാസ്പദമായിരുന്നു. ഇപ്പോൾ ഈ ISൻ്റെ നേതാവ് ഇങ്ങനെ നിർബാധം വന്ന് പോകുന്നത് എത്രമാത്രം ദുരൂഹമാണെന്ന് നോക്കുക. ഇയാൾ 2002 ഫെബ്രുവരി എന്തായിരുന്നു ഇയാൾക്കെതിരെയുള്ള NIA കേസ്? 2002 ഫെബ്രുവരിയിലാണ് ഇയാൾ മയിലാടുതുറൈ നിഡൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. ഇയാൾ നിഡൂർ സാദിഖ് ഭാഷ എന്നാണ് തമിഴ്
നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. ഞാൻ ഇതിനു വേണ്ടി കുറച്ച് തമിഴ് രേഖകളൊക്കെ നോക്കിയപ്പോൾ നിഡൂർ ഭാഷ എന്നാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഇയാൾ 4 പേരെ അന്ന് NIA പിടിച്ചിരുന്നു ഈ IS ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. ആഷിഖ്, റഹ്മത്തുള്ള, മുഹമ്മദ് ഇർഫാൻ ഇയാളുടെ കൂടെ അറസ്റ്റിലായ ആളുകളാണ്. ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പോലീസിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് ഓടിക്കളഞ്ഞു, രക്ഷപ്പെട്ടു. തമിഴ്നാട് പോലീസിന് നേരെ അല്ല, NIAക്ക് നേരെ. NIAക്ക് നേരെ തോക്ക് ചൂണ്ടിയ പുള്ളികളാണ് അത്. പക്ഷേ ED-കാരെ ഇപ്പം മർദ്ദിച്ചില്ലായിരുന്നു. അത് നമ്മുടെ സന്ദേശകാലിയിലെ പ്രതി ഷാജഹാൻ ഷെയ്ഖ്. അതെ അതെ. അപ്പോൾ ഇത് ഓടിക്കഴിഞ്ഞപ്പോൾ ചേസ് ചെയ്തിട്ടാണ് പിന്നെ പിടിച്ചത്. NIA പിടിച്ചു, പുറകെ ഓടി അവർ പിടിച്ചു. അവർക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇയാളെ പിടിച്ച് പോലീസ് മറ്റേ ജയിലിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ ഈ ഭാര്യയുടെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു. റെയ്ഡ് നടന്നിരുന്നു. ഇതൊക്കെ NIAയുടെ FIR-ലുണ്ട്. അപ്പോൾ ഈ മറ്റേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇയാൾ സ്ഥിരമായിട്ട് വട്ടിയൂർക്കാവിൽ വരുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തും ഇയാൾ മറ്റേ FIR-ൽ പറയുന്നത് ഇയാൾ തിരുവനന്തപുരത്തും തമിഴ്നാട്ടിൽ മന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ IS ഗൂഢാലോചന നടത്തിയിരുന്നു, സംഘാംഗങ്ങളുമൊക്കെ ആയിട്ട്. വളരെ വിപുലമായ സംഘങ്ങളാണ്. ഇയാൾക്ക് മയിലാടുതുറൈ ബാച്ച എന്നും പറയും. ഇയാൾക്ക് ഇക്കാമ എന്ന് പറഞ്ഞിട്ട് ഒരു കളരി, കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കളരി. തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന നഴ്സറി ആയിരിക്കും. അതായത് മാർഷൽ ആർട്സ് എന്നാണ് ഇംഗ്ലീഷിൽ, നമുക്ക് കളരി എന്ന് പറയാമല്ലോ. അതുണ്ടായിരുന്നു. അല്ല, പോപ്പുലർ ഫ്രണ്ടും കേരളത്തിൽ വ്യാപകമായി മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ശരി. അപ്പോൾ അത് ആ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. കളരികളുടെ നെറ്റ്വർക്ക് അവർക്കുണ്ട്. മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും സംശയിക്കില്ല. അതെ. അപ്പോൾ തമിഴ്നാട് കേരള അതിർത്തിയിലൊക്കെ നിന്നിട്ട് തിരുവനന്തപുരത്തുമൊക്കെ വന്നിട്ട് ഇയാൾ ഈ IS-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു. അത് പറയുന്നുണ്ട് FIR-ൽ. ശ്രീലങ്കയിലെ IS-ഉമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ ശ്രീലങ്കയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ നടന്ന സ്ഫോടനം വരെ ഇത് ലിങ്ക്ഡ് ആകാം. അതിൻ്റെ പേര് നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്നാണ് ശ്രീലങ്കയിലെ ഈ IS സെല്ലിൻ്റെ പേര്. ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഘടന ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഒന്ന് നോക്കൂ, അതിൽ ഖിലാഫത്ത് എന്നുള്ള സംഘം വരുന്നത് നമ്മുടെ മാപ്പിള ലഹളയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണല്ലോ. പിന്നെ ഇയാൾക്ക് ഇന്റലക്ച്വൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, വിദ്യാർത്ഥി സംഘടന. അതിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആളാണ്. ഇനി ഇയാളുടെ ചോദ്യമൊക്കെ ചെയ്ത് രേഖകളൊക്കെ നോക്കിയപ്പോൾ ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് കുമ്മനം രാജശേഖരൻ. ഇയാൾക്ക് ഹിറ്റ് ലിസ്റ്റും ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ചെയ്തത് പോലെ കൊല്ലപ്പെടേണ്ട ആളുകളുടെ പട്ടിക. അതിലൊരു ഹിന്ദു നേതാവിനെ കൊന്നിട്ട് ഒരു കലാപം ഉണ്ടാക്കുക എന്നൊരു അജണ്ട ഇയാൾക്കുണ്ടായിരുന്നു. ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അയാളാണ് പോലീസ് എന്നുള്ള സ്റ്റിക്കർ വെച്ച് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒക്കെ റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നത്. അതെ. എന്നിട്ട് സിറിയയിലേക്ക് ആട് മേയ്ക്കാനൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നൊക്കെയുള്ള പദ്ധതിയൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഈ 2020 സുനിൽ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കളിക്ക വിളയിൽ ഈ ഒരു പോലീസ് ഓഫീസറെ വെടിവെച്ചു. എക്സാക്ട്ലി, എനിക്ക് ഓർമ്മയുണ്ട്. അതിർത്തിയിൽ, കേരള തമിഴ്നാട് അതിർത്തിയിൽ ASI, തമിഴ്നാട് ASI ആണ് കൊല്ലപ്പെട്ടത്. ASI തമിഴ്നാട് ESI വിൻസെന്റ് എന്ന് പറഞ്ഞൊരാൾ കൊല്ലപ്പെട്ടിരുന്നു. അയാളെ കൊന്നത് അൽ ഉമ്മ ഓർമ്മയുണ്ട് എനിക്ക്. അതെ, അൽ ഉമ്മ തലവൻ മെഹബൂബ് പാഷയുടെ സംഘമാണ് കൊന്നത്. ഈ മെഹബൂബ് പാഷയായിട്ട് അടുത്ത ബന്ധമുള്ളയാളാണ് ഈ സാദിഖ് ഭാഷ. ചിലപ്പോൾ ബന്ധുക്കളൊക്കെ ആയിരിക്കാം. അന്ന് കൊന്നു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിരുന്നത് അബ്ദുൾ ഷമീം, ആഷിഖ് എന്ന് പറഞ്ഞ് 2 പേരെയാണ് ആദ്യം കൊന്നിരുന്നത്. പിന്നെ പിടിച്ചിരുന്നത് വേറെ ആളുകളും ഉണ്ടാവാം. പക്ഷെ അന്ന് വിൻസനെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് സൈന്യത്തിൻ്റെ തോക്കായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ സൈന്യത്തിൻ്റെ തോക്ക് എങ്ങനെ ഇവരുടെ കയ്യിൽ വന്നു എന്നൊക്കെയുള്ള അന്വേഷണം നടക്കുന്നതൊക്കെ ആയിട്ട് അന്ന് വന്നിരുന്നു. അല്ല, കേരളത്തിൽ ഇങ്ങനെ കുറേ ദുരൂഹമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ തിരുവനന്തപുരത്ത് റൈഫിൾ ക്ലബ്ബിലെ
സ്നിപ്പർ വെടിയുണ്ടകള് അല്ല തോക്കുകൾ കാണാതെ പോയെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ വെടിയുണ്ടകളുടെ എണ്ണം തികഞ്ഞില്ല. ചെയ്യുന്നില്ല. അവസാനം പിന്നെ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു. പിന്നെ പത്തനംതിട്ടയിൽ POK പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി എന്നും മുദ്ര കുത്തിയ വെടിയുണ്ടകൾ കണ്ടെടുക്കുന്നു. ഇതൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല കേരള പോലീസിൻ്റെ അന്വേഷണം. ഇയാൾ പിന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തി ഈ പലപ്പോഴും ഇവർ ഈ മലമ്പ്രദേശങ്ങൾ വഴി ആണ് പോലീസിനെ വെട്ടിച്ചു വരുന്നത് എന്നാണ് ഇന്നലത്തെ ഈ അറസ്റ്റോടുകൂടി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ പനച്ചുംമൂട്, ഊരമ്പ്, കാരക്കോണം, ആര്യങ്കാവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വഴിയാണ് അത്ര തിരുവനന്തപുരത്ത് വന്നു പോകുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ തിരുവനന്തപുരം, ചെന്നൈ ഇങ്ങനത്തെ ഈ മേഖലകളിലെ ഈ IS-ന്റെ ഒരു തലവൻ എന്ന് കരുതപ്പെടുന്ന ആളെയാണ് ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത്. അല്ല, ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല. ഇതിന് കേരള പോലീസെങ്കിലും പിടിച്ചല്ലോ രാമേന്ദ്രൻ സാർ. അതായത് വില്ലന്തൂരിൽ അത് ആദർശികമായിട്ട് പെട്ടുപോയതാണ്. തിരുവനന്തപുരത്തിൽ തീവണ്ടിക്ക് തീ വെച്ച് 3-4 പേരുടെ മരണത്തിനിരയാക്കിയ ആൾ ഇവിടെ ആ പോലീസിൻ്റെ കൺമുന്നിലൂടെ വന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് അവിടെ നിന്ന് ട്രെയിൻ കയറി മഹാരാഷ്ട്ര വരെ പോയി. മഹാരാഷ്ട്ര ATS പിടിച്ചു. പിടിച്ചിട്ട് കേരള ATSനെ അറിയിച്ചു. അപ്പോഴേക്ക് ഇത് ഭീകരപ്രവർത്തനമാണെന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തിലെ ATS തലവൻ P. വിജയൻ IPS തെറിപ്പിച്ചു. അവരതറിയാതെ സുരക്ഷയില്ലാതെ കൊണ്ടുവന്നു, വണ്ടി വഴിയിൽ കേടായി. എന്നിട്ട് മഹാരാഷ്ട്ര ATS കേരള ATSന്റെ തലവനായിരുന്ന P. വിജയനെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ, അതായത് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്ഥാനചലനം ഉണ്ടായ വിജയനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പുള്ളിയെ സസ്പെൻഡ് ചെയ്തു. വിജയനെതിരായ ചേരിയാണ് പാർട്ടിക്ക് ഇപ്പോൾ വേണ്ടപ്പെട്ടത്. മാത്രമല്ല സാർ, കൊല്ലത്തൊരു പെൺകുട്ടിയെ കാണാതെ പോയി, ചെറിയ മോളെ കാണാൻ, അഭിലെ ആ കുട്ടി, ആ അഭിഗേലിനെ കാണാതായിട്ട് കേരള പോലീസ് നാടൊട്ടുക്ക് മലമറിച്ച് ഉള്ള അന്വേഷണം നടത്തിയപ്പോൾ ഏറ്റവും ജനസാന്ദ്രതയേറിയ ആശ്രാമം വിധാനത്ത് പട്ടാപ്പകല കുട്ടി ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ നമ്മുടെ കേരള പോലീസിന് ഒരുപാട് കഴിവൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ ഇത്തരം കേസുകളിലൊന്നും ഫലപ്രദമായി ഇടപെടാൻ കഴിയില്ല. ചില ആളുകൾ വരുമ്പോൾ, ചില സമുദായമോ ഒക്കെ വരുമ്പോൾ ഒരു പിടുത്തം എവിടെ നിന്നോ വരുന്നുണ്ട്. അതെ അതെ അതെ, ഒന്നുകിൽ വിട്ടേക്ക്, അല്ലെങ്കിൽ ഒരാൾ മതി, വേണ്ട ഇനി ആരെങ്കിലും പിടിക്കണ്ട. അതും ആവില്ല സാർ, പിടിച്ച പുലിവാലാകുമോ എന്നുള്ള പേടിയായിരിക്കും. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മുടെ ആലുവയിലെ പോലീസുകാർ രാജസ്ഥാനിലൊക്കെ പോയിട്ട് ഏതോ ഉൾഗ്രാമത്തിൽ നിന്ന് മോഷണ കേസിലെ പ്രതികളെ പിടിച്ചോണ്ട് വന്നു. അവർ വെടിവെച്ചു പോലീസിനെ, എന്നിട്ട് പിടിച്ചോണ്ട് വന്നു. ഇങ്ങനെയൊക്കെ എക്സൽ ചെയ്യുന്ന മിടുമിടുക്കന്മാരായ ഒരുപാട് ഓഫീസർമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ ചില വിഷയങ്ങളോട് അടുക്കുമ്പോൾ പോലീസ് വളരെ എന്താ പറയുക, സ്തംഭനാവസ്ഥയിലാണ്. അങ്ങനെ ഒരു മന്ത്രവാദത്തിലൊക്കെ ഒരു കൂടോത്രമില്ല, സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത്. ആരോ ഇതിനെ സ്തംഭിപ്പിക്കുന്നുണ്ട് നമ്മുടെ കേരള പോലീസിനെ. ഏതായാലും നമുക്ക് ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ കൺവെട്ടത്ത്, നമ്മുടെ മുറ്റത്ത് പോലീസിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയിൽ കറങ്ങി നടന്നത് ഒരു കൊടും ഭീകരനാണ്. അത് എന്തായാലും പോലീസ് പിടിച്ചു. പക്ഷേ എൻ്റെ ആശങ്ക അതല്ല, ജാഗ്രതയുടെ വലിയ അഭാവം. എൻ്റെ ആശങ്ക അതല്ല സാർ, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നില്ല. ജാഗ്രതയില്ല, അവർ പറയുന്നില്ല, മനഃപൂർവ്വം പറയുന്നില്ല. അപ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് വീട്ടുവാതിൽക്കൽ ഇവർ വന്ന് മുട്ടിയാലും ഈ മാധ്യമങ്ങൾ മിണ്ടില്ല. IS ഫണ്ടിങ് വേറെ ഇത്തരം കേന്ദ്രങ്ങളിലേക്കും വരുന്നുണ്ടോ? അങ്ങനെയല്ല. മുമ്പൊരിക്കൽ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞത് സാർ ഓർക്കുന്നില്ലേ, കേരളത്തിൽ ഈ പോപ്പുലർ ഫണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് മനഃപൂർവ്വം പറയാത്തതാണ്, പറഞ്ഞാൽ കേരളത്തിൽ സംഘപരിവാർ വളരും. അതാണ് മനസ്സിലായില്ലേ? സംഘപരിവാർ അത് കേരളം ബോംബിട്ട് നശിപ്പിച്ചാലും അത് നിവർത്തിയുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കും. കാരണം സംഘപരിവാർ വളരാൻ പാടില്ല, കേരളം ചാണകത്തിൽ ചവിട്ടാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.